ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ റോഷും വരുണും ചേർന്ന് രാധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ക്രിസ്റ്റിയെയും പ്രകാശിനെയും പിടികൂടുന്നു. ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എസ് ഐ സാറിന് മുന്നിലേക്ക് കൊണ്ടുവന്ന അവരെ ആരാണെന്നറിയാതെ എസ് ഐ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവര് ആരാണെന്നുള്ള സത്യം റോഷും വരുണും വെളിപ്പെടുത്തിയത്. രാധിക അന്ന് ലൊക്കേഷനിൽ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അന്ന് രാധിക കൊക്കയിലേക്ക് വീഴുന്ന സീൻ എടുത്തപ്പോൾ രാധിക കെട്ടി നിർത്തിയിരുന്ന രാധികയെ പിടിച്ചു നിർത്തിയ ആ റോപ്പ് പിടിച്ചിരുന്നത് ഇവരായിരുന്നു. ഇവരാണ് അന്ന് അപകടമുണ്ടാകാനുള്ള കാരണക്കാർ എന്ന് പറഞ്ഞു. അത് കേട്ടതും എസ് ഐ പറഞ്ഞു, അത് ശരി, നിന്നെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇത്രയും ദിവസം. നീയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലെല്ലായിടത്തും ഞങ്ങൾ വന്നിരുന്നു. പക്ഷേ എങ്ങുന്ന് നിങ്ങളെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. നീയൊക്കെ പോലീസിനെ വെട്ടിച്ച് നടക്കുകയായിരുന്നല്ലേടാ എന്ന് ചോദിച്ച് എസ് ഐയും അവരെ ഇരുവരെയും മർദ്ദിക്കുന്നു. അപ്പോഴേക്കും എന്തായാലും ഇവരെ അങ്ങ് മാറ്റി നിർത്തുക എന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞതിന് ശേഷം വരുണിനോടും റോഷനോടും എസ് ഐ നന്ദി പറഞ്ഞു. എന്തായാലും ഈ കാര്യത്തിൽ എസ് പി ശരിക്കും ഇടപെട്ടതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചേ പറ്റൂ. അദ്ദേഹത്തെ ഒന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇവരെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് വലിയൊരു സെൻസേഷണൽ ന്യൂസ് ആയതുകൊണ്ട് ഇക്കാര്യം എനിക്ക് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് എസ് ഐ അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ റോഷ് പറഞ്ഞു, സാർ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇതുപോലെയുള്ള ആളുകൾ ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പിന്നിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ട് പല ആളുകളും വന്നെത്താറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്യാങ് ഇവരുടെ രക്ഷയ്ക്കായും അല്ലെങ്കിൽ ഇവർക്ക് പിന്നിലും അതുപോലെ ഒരു സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടാകും. ആ നിലയ്ക്ക് അങ്ങനെ ആരെങ്കിലും സ്വാധീനം ചെലുത്തിയാൽ ഈ കേസ് ഒരിക്കലും എത്താതെ പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വരാതെ എങ്ങും എത്താതെ ഈ കേസ് ചിലപ്പോൾ ഇതോടെ അവസാനിച്ചെന്നിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഈ കേസിന് ഉണ്ടാകരുത് എന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ആരുടെയൊക്കെ സ്വാധീനങ്ങൾ വന്നാലും ശരി, ആരുടെയൊക്കെ സ്വാധീനം എനിക്ക് മുകളിൽ വന്നാലും ഒരു കാരണവശാലും ഈ കേസിന്റെ യഥാർത്ഥ ദിശയിലേക്കല്ലാതെ ഒരിക്കലും ഇത് വഴിതെറ്റി പോവില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് എസ് ഐ അവർക്ക് വാക്ക് നൽകി. അതോടെ വരുണും റോഷൻ പറഞ്ഞു, സെന സാറിൻ്റെ ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയുണ്ട്. അപ്പോഴാണ് വരുൺ പറഞ്ഞത്, സാർ, ഞാൻ DGP സാറിനെ വിളിച്ച് അച്ഛൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതും എന്നെ സാറ് വിളിച്ചിരുന്നു, എനിക്ക് മനസ്സിലായി വരുൺ എന്ന് എസ് ഐ അറിയിച്ചു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സംസാരിച്ച് അവിടെ നിന്ന് അവർ യാത്ര പറഞ്ഞിറങ്ങുന്നതിനിടയിൽ വരുൺ ഒരു കാര്യം കൂടി എസ് ഐ സാറിനെ ഓർമ്മപ്പെടുത്തി. ഒരു കാരണവശാലും ഇവരുടെ നാവിൽ നിന്ന് സത്യം പുറത്തു വരാതെ ഇവരെ വിടരുത്. ഇവരെ പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ള സത്യം തീർച്ചയായിട്ടും സാറ് പുറത്തു കൊണ്ടുവരണം എന്നറിയിച്ചു. അതാരാണെങ്കിലും അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകണമെന്നും അറിയിച്ചു. അത് കേട്ടതും ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് വരുണിന് ഉറപ്പ് നൽകുകയാണ് എസ് ഐ. അതിനുശേഷം റോഷും വരുണും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണുന്നത് പ്രിയങ്ക കണിമംഗലത്തെ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. രാധിക മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഗേറ്റിന് മുന്നിൽ പ്രിയങ്ക ഇങ്ങനെ കാത്തു നിൽക്കുന്നത് കൊണ്ട് രാധികയ്ക്കും ആകെ ആശങ്കയായി. എന്താ കാര്യം എന്നറിയാതെ വല്ലാത്ത ആകാംക്ഷയോടെ അകത്തേക്ക് കയറി വരികയാണ് രാധിക. അപ്പോഴേക്കും രാധിക അവിടേക്ക് വരുന്ന സമയത്ത് പ്രിയങ്ക പറഞ്ഞു, ചേച്ചി, ഞാൻ എത്ര നേരെ ചേച്ചിയെ കാത്തിരിക്കുന്നു, ചേച്ചി എന്താ താമസിച്ചത് വരാൻ എന്ന് ചോദിച്ചു. ഏയ്, ഞാനെന്നും സാധാരണ വരുന്ന നേരത്താണല്ലോ വരുന്നത് എന്ന് രാധിക മറുപടി നൽകി. അല്ല, ചേച്ചി വൈകി, എന്നാൽ ചേച്ചിക്ക് വന്നേ, ഞാനൊരു കൂട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രാധിക വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പ്രിയങ്ക. പ്രിയങ്കയുടെ ഈ സ്നേഹപ്രകടനമൊക്കെ കണ്ട് രാധിക ആകെ അന്തിച്ചു നോക്കി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? പ്രിയങ്ക, നിനക്ക് എന്താ പറ്റിയത് മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, ഏയ് ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് വന്നേ എന്ന് പറഞ്ഞു വേഗം റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. റൂമിലെത്തിയതിനു ശേഷം തൻ്റെ കബോർഡ് തുറന്ന് ഒരു കവർ കയ്യിലെടുത്തു. ഇത് ചേച്ചിക്കുള്ളതാ എന്ന് പറഞ്ഞു. അതുകൊണ്ടതും ആ അതിശയമായി രാധികയ്ക്ക്. ഇതെന്തിനാ എനിക്ക് എന്ന് രാധിക അന്വേഷിച്ചു. ഇത് ചേച്ചിക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ എന്ന് പറഞ്ഞ് ആ പുതിയ ഡ്രസ്സ് അത് രാധികയ്ക്ക് നൽകുകയാണ് പ്രിയങ്ക. ഇത് കണ്ടതും പ്രിയങ്ക പറഞ്ഞു, ഏയ് രാധിക പറഞ്ഞു, ഇതൊന്നും വേണ്ട മോളെ, എനിക്കിതൊന്നും വേണ്ട, എനിക്കുണ്ടല്ലോ ഡ്രസ്സ്, പിന്നെ എന്തിനാ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, അതല്ല, എനിക്ക് ചേച്ചിക്ക് വാങ്ങിക്കണം എന്ന് തോന്നിയാൽ, എൻ്റെ ചേച്ചിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം എന്ന് തോന്നിയാൽ എനിക്കിത് വാങ്ങിച്ചൂടെ എന്ന് പ്രിയങ്ക വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. രാധിക അതിനെ കുറ്റമൊന്നും പറയാൻ നിൽക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശി എത്തി. എന്തു പറ്റി പ്രിയങ്ക മോളെ, ഇന്ന് വല്ലാത്തൊരു സ്നേഹമാണല്ലോ രാധിക മോളോട് എന്ന് ചോദിച്ചപ്പോൾ
പ്രിയങ്ക പറഞ്ഞു, "അതെന്താ മുത്തശ്ശി, മുത്തശ്ശി അങ്ങനെ പറയുന്നത്? എനിക്ക് എൻ്റെ ചേച്ചിയെ സ്നേഹിച്ചൂടെ?" എന്ന് പ്രിയങ്ക അന്വേഷിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, "സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ രാധിക മോളെ, മോൾക്ക് തോന്നിയില്ലേ മോളുടെ അനുജത്തിക്ക് ഇപ്പോൾ മോളോട് വല്ലാത്തൊരു സ്നേഹം ഉള്ളതുപോലെ?" എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, "എനിക്ക് അപകടമുണ്ടായി വന്നതിന് ശേഷം പ്രിയങ്ക മോള് ഇങ്ങനെയാണ്. എന്നോടുള്ള സ്നേഹം ശരിക്കും അവൾ പ്രകടിപ്പിക്കുന്നുണ്ട്" എന്ന് രാധിക മറുപടി നൽകി. ഉടനെ മുത്തശ്ശി പറഞ്ഞു, "ഈ സ്നേഹപ്രകടനത്തിന് പിന്നിൽ മറ്റെന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് ഉറപ്പാണ്. ഈ സ്നേഹപ്രകടനം അതിനെ അപേക്ഷിച്ച് അല്ല അതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ സ്നേഹവും എല്ലാവർക്കും അതൊരു വേദനയായിരിക്കില്ല. പക്ഷേ ആത്മാർത്ഥമായ സ്നേഹം അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. പക്ഷേ മറ്റുള്ളവരെ ചതിക്കാനായിട്ടും അവരെ വേദനിപ്പിക്കാനായിട്ടും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനുമായിട്ട് കാണിക്കുന്ന സ്നേഹപ്രകടനം അതൊരിക്കലും നല്ലതല്ല" എന്ന് മുത്തശ്ശി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ വിഷമത്തോടെ പ്രിയങ്ക പറഞ്ഞു, "ചേച്ചി അതിങ്ങ് തന്നേക്ക്" എന്ന് ചോദിച്ചു. എന്താ മോളെ?" എന്ന് പ്രിയങ്കയോട് രാധിക അന്വേഷിച്ചതും പ്രിയങ്ക പറഞ്ഞു, "ചേച്ചി, ഞാൻ ചേച്ചിയെ സ്നേഹിക്കുന്നത് ഇവിടെ മുത്തശ്ശി പോലും സംശയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് അതിങ്ങ് തന്നേക്ക് ചേച്ചി, സാരമില്ല" എന്ന് പറഞ്ഞു. അപ്പോൾ രാധിക പറഞ്ഞു, അത് കുഴപ്പമില്ല മോളെ, ഇത് ഞാൻ തന്നെ എടുത്തോളാം. മോള് മുത്തശ്ശി പറഞ്ഞൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇത് മോൾ എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ, ഞാനത് ഇട്ടോളാം" എന്ന് പറഞ്ഞ് രാധിക അത് വാങ്ങിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം പോലീസ് ക്രിസ്റ്റിയെയും പ്രകാശിനെയും ചോദ്യം ചെയ്യുന്നു. "സത്യം പറയടാ." ക്രിസ്റ്റിയുടെ അരികിലേക്ക് എത്തി എസ്.ഐ പറഞ്ഞു, "നീ സത്യം പറയുന്നതാണ് നല്ലത്. ആരാടാ നിനക്ക് കൊട്ടേഷൻ തന്നത്?" എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ക്രിസ്റ്റി പറഞ്ഞു, "സാറേ, വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് സംഘടനകളുള്ളതാ" എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എസ്.ഐ ക്രിസ്റ്റിയുടെ കാറിനകത്തടിച്ചു. ഈ സമയത്ത് വരുണും റോഷും എസ്.ഐയുടെ അരികിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവരെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്ന് എസ്.ഐ ചോദിച്ചിരുന്നു. "ഞങ്ങളെല്ലാം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തത് ഇവന്മാർ എവിടെ നിന്നാണ് നിങ്ങളുടെ കൈപിടിയിലായത്" എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായുള്ള മറുപടി വരുണും റോഷും നൽകി. "ഞങ്ങൾ സിറ്റിയിൽ ഇവർ ചായ കുടിക്കുന്ന കണ്ടപ്പോൾ അവിടെ എത്തി ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഇവന്മാർ ഞങ്ങളോട് പറഞ്ഞത് ആ ചുറ്റുവട്ടം മുഴുവൻ ഇവരുടെ ആളുകളാണെന്നും ഒന്ന് വിസിലടിച്ചാൽ ഇവരുടെ ഗ്യാങ്, ഇവരുടെ ആളുകൾ ഓടിയെത്തുമെന്നാണ് ഇവർ പറഞ്ഞത്" എന്ന് റോഷും വരുണും പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കാര്യം മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് തന്നെ പോലീസ് ചോദിച്ചു, "ആരൊക്കെ ചേർന്നാടാ നിങ്ങൾ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത്?" ഉടനെ അവർ പറഞ്ഞു, "അത് പിന്നെ വേറൊന്നുമല്ല സാർ, ഞങ്ങളുടെ ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ സാറിനറിയില്ലേ. ഞങ്ങൾക്ക് കൃത്യമായ ശമ്പളമൊന്നും കിട്ടാറില്ല. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പോലും ഞങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതാണ്. പിന്നെ അറിയാമല്ലോ സാർ, ഇവിടെ ഈ ആ റോപ്പിന് പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു. അത് ആ റോപ്പ് അത്ര ബലമുള്ള റോപ്പായിരുന്നില്ല. വിലക്കുറവുള്ള ഒരു റോപ്പായിരുന്നത് കൊണ്ട് അത് പൊട്ടിപ്പോയത്. പിന്നെ ലൊക്കേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെല്ലാവരും ഞങ്ങളെയാണ് എടുത്ത് പെരുമാറുന്നത്. ഞങ്ങളെ വെറുതെ എടുത്ത് തല്ലിച്ചതയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്" എന്ന് അങ്ങനെ ഒരബദ്ധം അതുകൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാവരും ഞങ്ങളെ എടുത്ത് അടിക്കാതിരിക്കാനായിട്ട് മാത്രം രക്ഷപ്പെട്ട് ഓടിയതാണെന്ന് അവർക്ക് ക്രിസ്റ്റി പോലീസിനോട് അറിയിച്ചു. ഇത് കേട്ടതും എസ്.ഐ പറഞ്ഞു, "ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കഥ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിന് യഥാർത്ഥ സത്യം എന്താ? അതാ എനിക്കറിയേണ്ടത്. അത് പറ. നിനക്കൊക്കെ ആരാണ് കൊട്ടേഷൻ തന്നത്? അത് പറ" എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആകെ ടെൻഷൻ നിൽക്കുകയാണ് അവർ. ഉടനെ പോലീസ് പറഞ്ഞു, "മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിനക്കൊക്കെ നല്ലത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്?" ഉടനെ ആകെ ടെൻഷനോടെ ക്രിസ്റ്റി ഒന്നും പറയില്ല എന്നുള്ള അഹങ്കാരത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശനും ക്രിസ്റ്റിയും പറഞ്ഞു, "സർ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. വെറുതെ ഞങ്ങളെ ഈ കേസിൽ കൊടുക്കാൻ നോക്കണ്ട" എന്ന് പറഞ്ഞപ്പോൾ അവസാനം എസ്.ഐ പറഞ്ഞു, "ഇവന്മാരോട് നേരെ ചൊവ്വേ ചോദിച്ച സത്യം പറയില്ല. എന്നാ ശരിക്കും ഇവന്മാരുടെ ഈ ഒരു കടുംപിടുത്തം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും അവസാനിപ്പിക്കാനുള്ള വഴികളും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇവനെയൊക്കെ എന്തിനാ വെറുതെ നിർത്തിയിരിക്കുന്നത്" എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം അവിടെയുള്ള കോൺസ്റ്റബിൾമാർ ചേർന്ന് അവരെ രണ്ടുപേരെയും ശരിക്കും എടുത്ത് ചതച്ചു. അപ്പോഴേക്കും അവസാനം ക്രിസ്റ്റി പറഞ്ഞു, "സർ, ഞാൻ സത്യം പറയാം. ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതാണ് ഒരാൾ പറഞ്ഞിട്ടാണ്" എന്ന് പറഞ്ഞു. "ആരാടത്?" എന്ന് ചോദിച്ചതും അവസാനം പോലീസിന് മുന്നിൽ ആ സത്യം അവർ വെളിപ്പെടുത്തി. അതിനുശേഷം കാണുന്നത് കണിമംഗലത്തേക്ക് പോലീസ് ജീപ്പ് വന്നെത്തുന്നു. അവിടെ സിറ്റ് ഔട്ടിൽ വന്നു നിന്ന ഉർവശി പോലീസ് ജീപ്പ് വരുന്നത് കണ്ടതോടെ ആകെ പേടിച്ചു. "ഈശ്വര, പോലീസ് വണ്ടി" എന്ന് പറഞ്ഞ് ഭയത്തോടെ വേഗം അകത്തേക്ക് ഓടിപ്പോവുകയാണ്. നേരെ അകത്തേക്ക് ഓടി വന്ന് കൽപ്പനയുടെ റൂമിലേക്ക് എത്തി. ഉർവശി കൽപ്പന നേരം മൊബൈലിൽ എന്തൊക്കെയോ പാട്ടൊക്കെ കേട്ട് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന കണ്ടതും ആ ഹെഡ്സെറ്റ് അങ്ങ് വലിച്ചൂരി. എന്താ ചെറിയമ്മയെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് കൽപ്പന നോക്കുമ്പോൾ ഉടനെ
ഉർവശി പറഞ്ഞു, കൽപ്പനെ ദേ പോലീസ്. അപ്പോഴേക്കും കൽപ്പന ആകെ ടെൻഷനായി. എന്താ ചെറിയമ്മ പറഞ്ഞത്? അതെ പോലീസ്, നമ്മുടെ വീട്ടുമുറ്റത്ത് പോലീസ് വന്ന് നിൽക്കുന്നു എന്നറിയിച്ചു. അത് കേട്ടതോടെ ആകെ ആശങ്കയായി കൽപ്പനയ്ക്ക്. എന്നാലേ ചെറിയമ്മേ, നമ്മളിങ്ങനെ മാറി നിന്നാൽ പറ്റില്ല. എല്ലാവരുടെയും കൂടെ പോയി നിൽക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ സംശയിക്കും എന്ന് പറഞ്ഞ് വേഗം കൽപ്പന ചെറിയമ്മയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് വന്ന കണിമംഗലത്തെ സിറ്റ് ഔട്ടിന് അരികിലേക്ക്, വീട്ടിൻ്റെ വാതിക്കലേക്ക്, ഹാളിലേക്ക് എല്ലാം എത്തി. അവിടേക്ക് എത്തിയിട്ടും അകത്തേക്ക് കയറി വന്ന എസ് സർ അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയെ കാണുന്നു. മുത്തശ്ശി ചോദിച്ചു, എന്താ സർ, അന്വേഷണത്തിൻ്റെ എന്തെങ്കിലും ഭാഗമായി വന്നതാണോ എന്ന് ചോദിച്ചപ്പം, അതെ, അന്വേഷണം ഏകദേശം പൂർത്തിയായി. കാര്യം ഇവിടെ പറയാനും ചില കാര്യങ്ങൾ അറിയാനും കൂടി വന്നതാണ് എന്നറിയിച്ചു. ഉടനെ പരമേശ്വരനെ മുത്തശ്ശി വിളിച്ചു. പരമേശ്വരൻ അവിടേക്ക് വന്നതും മുത്തശ്ശി പറഞ്ഞു, പരമേശ്വര, എസ് സാർ വന്നിരിക്കുന്നത് രാധിക മോളെ അപകടത്തിൽപ്പെടുത്തിയ കേസിലെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു. ഉടനെ പരമേശ്വരൻ ചോദിച്ചു, ഓ, ഇവിടെയുള്ള ആളുകളുടെ മൊഴി എടുക്കാനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇവിടെ ഇത്രയും ആളുകളുള്ളോ, ബാക്കി ആളുകളൊക്കെ എവിടെ എന്ന് ചോദിച്ചപ്പം, ഇവിടെ ആണുങ്ങൾ വേറെ ആരും ഇല്ല, ആൺകുട്ടികളെല്ലാവരും പുറത്തു പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് പ്രിയങ്ക, വരുണിൻ്റെ ഭാര്യ പ്രിയങ്കയും പ്രിയങ്കയുടെ ചേച്ചി രാധികയുമാണ് ഇവിടെ ഉള്ളത് എന്ന് പത്മിനി പറഞ്ഞു. ഉടനെ എസ് ഐ പറഞ്ഞു, ഓ, രാധിക, ആ കുട്ടിയാണല്ലോ അന്ന് ലൊക്കേഷനിൽ അപകടത്തിൽപ്പെട്ടത് അല്ലേ, എന്നാൽ ആ കുട്ടിയെ കൂടി വിളിച്ചോളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരെയും വിളിച്ചേക്കാൻ പറഞ്ഞത് പ്രിയങ്കയും രാധികയും വിളിക്കാനായി പത്മിനി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം പത്മിനിയോടൊപ്പം പ്രിയങ്കയും രാധികയും പുറത്തേക്കെത്തി. പോലീസിനെ കണ്ടതോടെ പ്രിയങ്കയ്ക്ക് പെട്ടെന്നൊരു ടെൻഷനായി. അപ്പോഴേക്കും പോലീസ് പറഞ്ഞു, അതെ, ഞങ്ങൾ കുറേ ദിവസമായി ഈ ഒരു കേസിൻ്റെ പിന്നാലെ തന്നെയാണ്. എല്ലാ രീതിയിലും പ്രഷറുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും വേഗം പ്രതിയെ പിടികൂടുക എന്നത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇതിന് കാരണക്കാരായ, ലൊക്കേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പ്രതികളായ ക്രിസ്റ്റിയും പ്രകാശിനെയും പിടികൂടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇവിടെ നിന്ന് രാധികയുടെ അനുജത്തി പ്രിയങ്ക പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും, അത് രാധിക മോളുടെ അഭിനയം കാണാൻ വേണ്ടി മോള് പോയതാ എന്ന് പത്മിനി അറിയിച്ചു. അപ്പോഴേക്കും ഉടനെ എസ് ഐ ചോദിച്ചു, ശരിക്കും രാധികയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് അന്വേഷിച്ചതും രാധിക പറഞ്ഞു, ഇല്ല, എനിക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല എന്ന് രാധിക മറുപടി നൽകുമ്പോൾ ഉടനെ എസ് ഐ പറഞ്ഞു, എന്നാൽ അങ്ങനെയല്ല, ഈ ഒരു ചാൻസ് ശരിക്കും മറ്റൊരാൾക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ ചാൻസ് രാധിക തട്ടിയെടുത്തതിൻ്റെ അമർഷവും ദേഷ്യവും ഒക്കെ ഒരാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഇതിൽ കുറ്റക്കാരായ ആളുടെ പേര് കേട്ടാൽ ശരിക്കും അതിശയമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആകെ ഞെട്ടലായി. ഉടനെ പ്രിയങ്ക ചോദിച്ചു, സാർ എന്തായി പറഞ്ഞു വരുന്നത്? എനിക്ക് എൻ്റെ ചേച്ചിയുടെ അസൂയയും പകയും ഉണ്ടായിരുന്നെന്നോ എന്ന് പ്രിയങ്ക ചോദിച്ചതും ഉടനെ എസ് ഐ പറഞ്ഞു, ശരിക്കും കുട്ടിക്കാണല്ലോ ഈ ഒരു ചാൻസ് വന്നിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, അത് ശരിക്കും പ്രിയങ്കയ്ക്കാണോ അന്ന് ഷൂട്ടിങ്ങിനായിട്ടുള്ള ഈ ഒരു സിനിമയിലേക്കുള്ള ചാൻസ് വന്നത്. പക്ഷേ അന്നത്തെ ആ ചാൻസ് അത് മാറി എനിക്ക് പറഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വരുന്ന പുതിയ സിനിമയിലെ നായിക പ്രിയങ്ക തന്നെയാണെന്നും പ്രിയങ്കയ്ക്കാണ് ആ ചാൻസ് ഉള്ളത് എന്നും സാറ് പറയുകയും ചെയ്തിരുന്നു, ഡയറക്ടർ സാറ് പറഞ്ഞിരുന്നു എന്ന് രാധിക അറിയിച്ചു. ഉടനെ എസ് ഐ പറഞ്ഞു, അതൊക്കെ കുട്ടി നിങ്ങളുടെയൊക്കെ ചിന്താഗതികളാണ് അങ്ങനെ, പക്ഷേ യഥാർത്ഥ സത്യം അതല്ല. കുട്ടിയോട് ശരിക്കും പകയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ടു നടപ്പുണ്ടായിരുന്നു കുട്ടിയുടെ അനുജത്തി എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ ആകെ ദേഷ്യമായി പ്രിയങ്കയ്ക്ക്. കണ്ടില്ല അച്ഛാ, എന്തൊക്കെയാ ഈ എസ് ഐ ഇവിടെ വന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ചേച്ചിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നല്ലേ ഈ സാറ് പറയുന്നത്? സാറേ, അന്വേഷണം നേരായ വഴിക്ക് നടന്നില്ലെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നും വെച്ച് വെറുതെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പകയുണ്ടായിരുന്നെന്നും ഞാൻ എൻ്റെ ചേച്ചിനെ അപായപ്പെടുത്തിയെന്നുമൊക്കെ വെറുതെ ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കരുത് സാറേ എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും എസ് ഐ പറഞ്ഞു, ഞാൻ വെറുതെ പറയുന്നതോ ഇല്ലാ കഥയോ അല്ല, മറിച്ച് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വന്ന് പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. പിന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അന്വേഷണത്തിൽ പ്രകാശിനെയും ക്രിസ്റ്റിനെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രകാശും ക്രിസ്റ്റിയും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വന്നത്. അവർക്ക് രാധികയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത പെൺകുട്ടി പ്രിയങ്കയാണെന്ന് അവർ തിരിച്ചറിയുകയും അവർ ഞങ്ങൾക്ക് മുന്നിൽ അക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു.
ഇതിൽ കൂടുതൽ തെളിവൊന്നും ഇനി ആവശ്യമില്ലല്ലോ. പിന്നെ ഇനിയും ഇതിനേക്കാളേറെ വ്യക്തമായ എവിഡൻസും ഞങ്ങളുടെ പക്കലുണ്ട്. ഒരു കാര്യം പറയാം. ഈ ഒരു കാര്യത്തിനായി ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പ്രിയങ്ക ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ എന്നറിയിച്ചു. അത് കേട്ടതും എല്ലാവർക്കും ആകെ ടെൻഷനായി. ഉടനെ പരമേശ്വരനെ നോക്കിയിട്ട് പ്രിയങ്ക പറഞ്ഞു, അച്ഛാ പറയുന്ന കേട്ടില്ലേ അച്ഛാ എന്ന് പറഞ്ഞ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്നെല്ലാം പ്രിയങ്ക അറിയിച്ചു. രാധിക ഈ വാക്കുകൾ കേട്ട് വല്ലാത്ത ഷോക്കിലായി. രാധിക പറഞ്ഞു, സാർ ഒരിക്കലും പ്രിയങ്ക അങ്ങനെയൊന്നും ചെയ്യില്ല സാർ എന്ന് പറഞ്ഞതും കുട്ടിക്ക് ഇതൊക്കെ ആകെ അതിശയമുള്ള കാര്യമാണ്. പക്ഷേ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയതും സ്വന്തം മകളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നതുമായിട്ടുള്ള പല ആളുകളും എൻ്റെ സ്റ്റേഷനിൽ വന്നിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമൊന്നുമല്ല. അതിലൊന്നും എനിക്ക് യാതൊരു അതിശയോക്തിയുമില്ല എന്ന് പറഞ്ഞ് എസ്.ഐ പ്രിയങ്കയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിച്ചു. അങ്ങനെ പ്രിയങ്കയോട് ഞങ്ങളുടെ ഒപ്പം വരണമെന്നും നന്നായി ശരിക്കും നല്ല രീതിയിൽ സഹകരിച്ചാൽ അത് കുട്ടിക്ക് കൊള്ളാമെന്നും അറിയിച്ചു. ഉടനെ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ പ്രിയങ്ക വേഗം ചെറിയമ്മയുടെയും കൽപ്പനയുടെ അരികിലേക്ക് ചെന്നു. ചെറിയമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യ് കൽപ്പനേച്ചി, ഏട്ടത്തി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് പറ എന്ന് പറഞ്ഞതും കൽപ്പനയും ഉർവശിയും ഒന്നും അറിയാത്തതുപോലെ നിന്നു. ഉടനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ലല്ലോ, ഞങ്ങളോട് എന്തിനാ പ്രിയങ്ക എന്തെങ്കിലും ചെയ്യാൻ പറയുന്നത്? ഞങ്ങൾ ഇതിന് പ്രിയങ്കയോട് യാതൊരു കാര്യവും പറയുകയോ ഇതിന് ഞങ്ങളാരും കൂട്ടു നിൽക്കുകയോ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിന് ഞങ്ങളോട് സഹായിക്കണമെന്ന് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ പിടിക്കപ്പെടുമെന്നും പറഞ്ഞ് പ്രിയങ്കയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന അഭിമാനത്തിലും അതിശയത്തിലും അങ്ങനെ നിൽക്കുകയാണ് കൽപ്പനയും ഉർവശിയും.